ദേവികുളങ്ങര പ്രയാർ വടക്ക് സ്വദേശി വാസവനെ ഗാന്ധിഭവൻ ഏറ്റെടുത്തു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വാസവനെ ഡിസ്ചാർജ് ചെയ്ത ശേഷം ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിലാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. നിലവിൽ ഗ്രാമപഞ്ചായത്തിന്റെ സംരക്ഷണയിലായിരുന്നു ഇയാൾ. ദേവികുളങ്ങര പ്രയാർ വടക്ക് നെടുമണ്ണേൽ വാസവനെയാണ് പത്തനാപുരം ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. ഭാര്യയുടെ മരണത്തെ തുടർന്ന് ആരും ആശ്രയമില്ലാതെ ഇരുന്ന വാസവനെ അതിദരിദ്രരില്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേവികുളങ്ങര പഞ്ചായത്ത് ഏറ്റെടുക്കുകയായിരുന്നു. വീഴ്ചയിൽ കാലിന് ഒടിവ് പറ്റിയ വാസവനെ കായംകുളം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. വീണ്ടും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ വെച്ച് മുറിവുണങ്ങിയതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. എന്നാൽ പോകാൻ ഇടമില്ലാതായി. ഈ സാഹചര്യത്തിൽ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഇടപെട്ട തുടർന്നും സംരക്ഷണം നൽകാൻ ഗാന്ധിഭവനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. തുടർന്ന് ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നിർദ്ദേശാനുസരണം പഞ്ചായത്ത് അധികൃതർ വാസവനെ ഗാന്ധിഭവനിൽ എത്തിച്ചു. ആദ്യമായിട്ടാണ് ദേവികുളങ്ങര പഞ്ചായത്ത് ഇങ്ങനെ ഒരു കേസ് ഏറ്റെടുക്കുന്നത്. ഞങ്ങൾ 31 അഭിവൃദ്ധിയിലുണ്ട്. 31 പേര് ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് വന്നത് ആദ്യമാണ്. പക്ഷേ വലിയ സന്തോഷം, നിങ്ങളുടെ എല്ലാ സ്നേഹവും ഒരു കരുതലും ഒക്കെ ഉണ്ടായാലും വലിയ സന്തോഷം. എല്ലാവരും ഒരിക്കൽ കൂടി അഭിനന്ദിക്കാം. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ, വൈസ് പ്രസിഡന്റ് നീതുഷ രാജ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ, അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സുഭാഷ് ബാബു, ജീവനക്കാരായ കൃഷ്ണേഷ്, ദിനേശ് എന്നിവർ ചേർന്നാണ് വാസവനെ ഗാന്ധിഭവനിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.